എന്താണ് BOC? ബൊലേറോ ആദ്യം മാത്രം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ സെറ്റാണ്. BOC അടിപൊളി. ബൊലേറോ പക്ഷെ ഇപ്പൊ ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മളെ പിള്ളേരുണ്ട്, അതാണ്. ഒരു ആനപ്പുറത്ത് പോണേന്റെ വേറൊരു സംഭവം. ഈ കൊലേറെ വയ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ മീശ പിരിച്ച ലാലേട്ടനാണ്. വണ്ടി ഒരു കുഴപ്പമുണ്ടോ? പക്ഷെ അതിന് മാത്രം കംഫോർട്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ബൊലേറോ ആദ്യം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്കിത് കൊണ്ടിടക്കുമ്പോ ഒരു രാജകീയ ഫീലും. 2 ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടി കഴിഞ്ഞു. ബൊലേറോ എടുത്തു. ഇപ്പൊ നമുക്കൊന്നും നോക്കാനില്ല. അവിടെ കേരളത്തിൽ എനിക്ക് വന്ന് ഇത്ര ഇതായിട്ട് പോകുന്ന വേറെ ബൊലേറോന്റെ ഗ്രൂപ്പ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ബൊലേറോ അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നിനോട് വലിയ താല്പര്യമില്ല. അതോടെ ഇവിടെ എത്തിയത്. കുറെ വണ്ടികൾ ഉപയോഗിച്ച്, പക്ഷെ ഈ വണ്ടി എനിക്ക് ഒഴിവാക്കുന്നില്ല. അതുകൊണ്ട് 7 കൊല്ലമായിട്ട് വെച്ച് നിൽക്കുന്നു. ബൊലേറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. BOC എന്ന് പറഞ്ഞാൽ അത് വേറെ വികാരം. ജനിച്ചു വളർന്നിട്ട് ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീലാണ്. അതാണ് BOC. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ആരായാലും ഒരാൾ ഹെൽപ്പ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകല. അതെ, എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാണെന്നില്ല. തീർച്ചയായും അതിലോടിക്കുമ്പോ നമുക്കൊന്നും പേടിക്കേണ്ടാത്തൊരു ഫീലാണ് എനിക്ക് റോഡിൽ കൂടെ പോകുമ്പോ. അതിന് മുകളിൽ മാർക്കറ്റ് റേറ്റിന് മുകളിൽ ഇപ്പം പണിക്കും. അതാണ് ഇത്തിരി വലിയ വണ്ടി വേണം, പിന്നെ ജീപ്പുകൾ, അവിടെയുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സീറ്റിനെ നമ്മൾ ഫ്രണ്ട് ഫേസിംഗ് ആക്കി. അങ്ങനെ ഒഫീഷ്യലി BOC മെമ്പർ എന്നുള്ള എന്റെ ബാഡ്ജ്. വേറെ ഏതൊക്കെ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാലും ഇതിന്റെ ആ ഒരു തട്ട് അങ്ങനെ തന്നെ നിൽക്കും. അതാണ്. ബൊലേറോ വാങ്ങി അത് ഉപയോഗിച്ച് അതൊരു വികാരമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ബൊലേറോ ഓണേഴ്സ്, അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബ്. ബൊലേറോ അവർക്ക് എത്ര അധികം വികാരമാണ്, അതുപോലെ തന്നെ വികാരമാണ് ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബ്. ശരിക്കും ഇതുപോലൊരു ഗ്രൂപ്പ്, ഒരു വാഹനത്തിൻ്റെ പേരിൽ, ഒരു വാഹനത്തിനെ പ്രണയിക്കുന്നവർ, ഒരു വാഹനം ഓൺ ചെയ്യുന്നവരിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഇത്രയും ആക്റ്റീവായിട്ടൊരു ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാൻ ഒട്ടും ചാൻസ് ഇല്ല. അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു കിടിലൻ കമ്മ്യൂണിറ്റി തന്നെയാണ് ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ വാഴാനി ഡാമിൽ വെച്ച് അതിൻ്റെ ഒരു മിനി മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് മീറ്റപ്പ് പോലെ നടന്ന ഒരു കിടിലൻ മീറ്റപ്പിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. ഇത്തവണ മീറ്റപ്പ് തൃശ്ശൂർ വെച്ച് നടന്നുകൊണ്ട് തന്നെ ഞാൻ ഫാമിലി ആയിട്ടാണ് പങ്കെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ പ്രോഗ്രാം തുടങ്ങുന്ന ഒരു 10:30-11 മണി എന്നുള്ള ഒരു ടൈമിലായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 8:30 ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ വെച്ചിട്ട് തന്നെ കൊരട്ടി അവിടെയൊക്കെ ഒരുപാട് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അന്നമരുടെ കാടുകുറ്റി വഴി കയറാമെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ മുൻപേ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ പ്രശ്നമില്ലാതെ, ബ്ലോക്കൊന്നും ഇല്ലാതെ ആ റൂട്ടിലൂടെ തന്നെ വന്നെത്തി. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോയപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി എന്നിട്ടും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 50-55ഓളം വാഹനങ്ങൾ ഈ ഒരു മീറ്റപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മിനി മീറ്റപ്പ് ഒരു ഗ്രാൻഡ് മീറ്റപ്പ് എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ് കുറച്ചൊരു ഒന്ന് പേരും സ്ഥലമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഉണ്ണി, എൻ്റെ സ്ഥലം അഞ്ചലാണ്. ഞാനും EBSലെ ഒരു മെമ്പറാണ്. ഇപ്പം ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 5 years ആയി. അഡ്മിൻ പാനലിൽ ഒരാളാണ്. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. ഈ ഫാമിലി മിസ് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം കഴിഞ്ഞ് 2 ദിവസത്തിനകം തിരിച്ച് പോകും. ഇത് എന്താ പറയുന്നത്, ബ്ലഡ് റിലേഷനെക്കാട്ടിലും കുറച്ചധികം ബോണ്ടുള്ളതാണ്. ഇപ്പം കേരളത്തിൽ എവിടെ ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എവിടെയും ധൈര്യമായിട്ട് ഏത് രാത്രിയിലും പോവാം. വണ്ടി വഴിയിലാവട്ടെ, അല്ലാതെ ഫാമിലി ആവട്ടെ, പേരൻസ് ആവട്ടെ, ആർക്ക് എന്ത് വേണമെങ്കിലും നമ്മളെ പിള്ളേരുണ്ട്, അതാണ്. ഇത് മൊത്തം നമ്മളൊരു എന്താ പറയുന്നത് ബോണ്ടാണ്. അതൊരിക്കലും വിട്ടുപോകില്ല. അത് എന്താ പറയുന്നത്, സാമ്പത്തികം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറൊന്നും നോക്കിയിട്ട് ഒരു എന്താ പറയുന്ന ഒരു പ്രോഫിറ്റ് നോക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. ഇതൊരു വണ്ടിയോടുള്ള സ്നേഹം, അത് വണ്ടിയെ സ്നേഹിക്കുന്ന, വണ്ടി ഈ കൂട്ടത്തിലെ ഓരോ മെമ്പേഴ്സും വണ്ടിയെ സ്നേഹിക്കുന്ന അവരുടെ വീട്ടിലൊരു അംഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു വാല്യൂ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്.
ബൊലേറോ എടുത്തിട്ട് ഏകദേശം എത്ര ആളായിട്ടുണ്ട്? ബൊലേറോ ഓൾമോസ്റ്റ് ഒരു 8-9 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഈ പറഞ്ഞ 1-2 പേര് ഡിഫക്റ്റ് പറയുന്നത് നമ്മൾ ഈ തുരുമ്പിന്റെ കേസ് പറയും, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ധൈര്യമായിട്ട് എവിടെയും പോവാം, എങ്ങും കിടക്കും എന്നുള്ളൊരു പേടിയില്ല. ഈ പറയുന്ന എന്താണ് ഇത്രയും കോൺഫിഡൻസ് വരുന്ന വേറെ വണ്ടിയില്ല, അത് ഓടിക്കുമ്പോഴേ അറിയുള്ളൂ. ഈ പറയുന്ന എന്താണ് നമ്മളൊരു ആനയുടെ പുറത്തിരുന്ന് പോകുന്ന ഒരു ഫീലാണ്. ഞാൻ എപ്പോഴും പറയുന്ന കമ്പയർ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇത് ഇരിക്കുമ്പോൾ ബാക്കിയുള്ളൊരു ഇച്ചിരി ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഇത് തരുന്ന ഈ വണ്ടി തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. തമാശക്കാണെങ്കിലും ഞാൻ പിള്ളേർക്ക് പറയും, മീശ പിരിച്ച ലാലേട്ടനും മീശ പിരിക്കാത്ത ലാലേട്ടനും. ഈ ബൊലേറോ വയ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ മീശ പിരിച്ച ലാലേട്ടനാണ്. ആ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അപ്പോ നമുക്ക് സ്വരൂപേട്ടനോട് സ്വരൂപേട്ട ആദ്യം തന്നെ സ്ഥലവും അതുപോലെ തന്നെ സ്ഥലം ഇത് വാഴാനി, തൃശ്ശൂർ വാഴാനി. സ്വരൂപേട്ടന്റെ എന്റെ സ്ഥലം എന്റെ സ്ഥലം കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ തന്നെ കൊടുങ്ങല്ലൂര്. എത്ര നാളായി ബൊലേറോ എടുത്തിട്ട്? ബൊലേറോ എടുത്തിട്ട് ഇപ്പൊ ഒരു 6-7 വർഷം. ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബിൽ എത്ര ആളായി? സെയിം തന്നെ ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മളുണ്ട്. അപ്പൊ നമുക്ക് ഈ ബൊലേറോനെ കുറിച്ചുള്ള കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ തന്നെ ബിഒസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാം. ബൊലേറോനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊലേറോ ഒരു വികാരമാണല്ലോ. നിന്നെ പോലെ ഇവിടെ എല്ലാവരെ പോലെ നമുക്കൊരു വികാരമാണ്. നെഗറ്റീവ് ഉണ്ട്, അറിയാം, ആ വണ്ടി ഉള്ളവർക്ക് അറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എങ്ങനെയെന്ന്. മെക്കാനിക് ബേസും ഉണ്ട്, ബോഡി ബേസും ഉണ്ട്. എന്നാൽ പോസിറ്റീവും ഉണ്ട്. നമുക്കിത് കൊണ്ടുനടക്കുമ്പോൾ ഒരു രാജകീയ ഫീലും ഒരു ആനപ്പുറത്ത് പോണതിന്റെ വേറൊരു സംഭവം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ ബിഒസി എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഗ്രൂപ്പാണ്. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ എല്ലാവരും അറിയാം. മറ്റുള്ള ഗ്രൂപ്പുകളിനേക്കാളും ഞാനും ഉണ്ടായിട്ടുണ്ട് പല ഗ്രൂപ്പുകളും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയില്ല. വളരെ കുറച്ച് ഒരു 10 പേരൊക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയല്ല, നമുക്ക് ഒരു 500-600 പേരുണ്ടെങ്കിൽ 600-ൽ ഒരു 500 പേരെ അറിയാം. പിന്നെ ഒട്ടും മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരാ. ഞാനാണെങ്കിലും എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വരൂപന്റെ നമ്പർ കൊടുക്കാറ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ വഴി തന്നെ കുറെ പേര് ഇങ്ങനെ ആടായിട്ടുണ്ട്. പിന്നെ എവിടെയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്വരൂപനാണ് പറയാറ് എവിടെ ഉണ്ടെന്ന്. അതെ, കാരണം എന്റെ എല്ലാവരുടെയും ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് കേരളത്തിന്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ധൈര്യമായിട്ട് സഞ്ചരിക്കാം. നമുക്ക് ആളുണ്ട്, അത്രയാണ് നമ്മുടെ വിശ്വാസമാണ് അത്. താങ്ക് യു. ഗിരീഷേട്ടാ പരിചയപ്പെടുത്തി. എന്റെ പേര് ഗിരീഷ്, ഞാൻ പൊന്നാനിയാണ് എന്റെ വീട്. ബൊലേറോ ഗ്രൂപ്പിൽ വന്നിട്ട് കുറെ വർഷം ഓർമ്മയില്ല, കുറെ അധികമായി. വണ്ടിയും എടുത്തിട്ട് കുറെ അധികമായി. പിന്നെ ഒരു വികാരം തന്നെയാണ്. ഇപ്പൊ സൂര്യപേട്ടൻ പറഞ്ഞ പോലെ. ഏകദേശം എത്ര വർഷമായിട്ടോ വണ്ടി ഉപയോഗിക്കുന്നത്? വണ്ടി ഞാന് ഒരു 8 ഇയർ 10 ഇയർ ആയിട്ടുണ്ട്. അതിന്റെ വണ്ടിയുടെ കാര്യം ഒന്നും പറയല്ല. കാരണം നമ്മളെ ഞാൻ ഒരുപാട് വണ്ടികൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ വന്നാലും ഈ ബൊലേറോയ്ക്കാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൊലേറോയ്ക്ക് വന്നു ലാസ്റ്റ് മോഡിഫൈ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതെ, അതൊരു വണ്ടി മേടിക്കുന്നതിന്റെ ഒരു ഏകദേശം എമൗണ്ട് ബൊലേറോയ്ക്ക് വന്നിട്ടുണ്ട്. എനിക്ക് മോഡിഫൈ എല്ലാവർക്കും അതാണ് ഒരു വികാരം. അത് എല്ലാവരും ചോദിക്കാറ് എന്തിനാണ് ഭ്രാന്താണോ ഇത്ര ചില, പക്ഷെ അതല്ല, നമ്മൾ ഇഷ്ടമാണത്. താങ്ക് യു. പ്രശാന്ത്, സ്ഥലം തൃശ്ശൂർ ചേറ്റുവേലാണ്. ഈ ബൊലേറോ എടുത്തിട്ട് എത്ര നാളായി? 2019 എടുത്താണ്. ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബിൽ വന്നിട്ട് ഓണേഴ്സ് ക്ലബ്ബിൽ വന്നിട്ട് ഒരു 3 വർഷം മുള്ളായി. അപ്പൊ ബൊലേറോനെ കുറിച്ച് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ തന്നെ ബിഒസിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് കുറച്ചൊന്ന് പറയാം. പോസിറ്റീവ് എന്ന് പറയാനായിട്ട് നമുക്കിതൊരു ഫൺ ഡ്രൈവ് വെഹിക്കിൾ ആണ് ആക്ച്വലി ബൊലേറോ എന്ന് പറഞ്ഞാൽ. ലിവ് ഫ്രീ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ബൊലേറോ. നമ്മളുടെ പല യാത്രകൾ ഇപ്പൊ ഞാൻ ഇപ്പൊ 2 ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടി കഴിഞ്ഞു. ഫസ്റ്റ് ഓണർ ആയിട്ടും വണ്ടിക്ക് വേറെ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല, വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ തന്നെ പാർട്സ് എല്ലാം മാറ്റുമ്പോഴുള്ള ചെറിയ ചാർജ് മാത്രമേ ഉള്ളൂ. എല്ലാ വണ്ടിക്കുള്ള 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടും നമ്മളെടുത്ത ആ ഒരു പെർഫോമൻസ് തന്നെ എപ്പോഴും ഉണ്ട്. വണ്ടി നമ്മളിലേക്ക് സർവീസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു കാര്യം കൊണ്ട്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് പിന്നെ എല്ലാവരും പറയുന്ന പോലെ ചെറിയൊരു തുരുമ്പ് അവിടെ ഇവിടെ ഞാനും ബൊലേറോയെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് പറയാൻ അത് മാത്രമേ ഒരു കാര്യം മാത്രം തന്നെ ഉള്ളൂ. ബാക്കി ഇപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ വർക്കിനായിട്ടും പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. ഞാൻ വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്കാണ്. കൂടുതൽ ഒഫീഷ്യൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും എല്ലാത്തിനും ഓക്കെയാണ് വണ്ടി. എല്ലാത്തിനും ഓക്കെയാണ്. നമ്മുടെ മെറ്റീരിയൽ കൊണ്ടുപോകാനാണെങ്കിലും വർക്കിനാണെങ്കിലും ഏത് ഏറ്റവും വേണമെങ്കിലും കയറി പൊക്കോളൂ, അത് കുഴപ്പമില്ല. നമ്മള് 4 വീൽ ഡ്രൈവ് കയറുന്നതിന്റെ അത്ര പോയില്ലെങ്കിലും അത്യാവശ്യം നല്ല ബാക്കി നമുക്ക് ഏത് കയറ്റം വേണമെങ്കിലും കയറിക്കോളും. ഓഫ് റോഡ് ഇല്ലാത്തൊരു കയറ്റം കയറ്റിക്കോളും. അതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.
എന്റെ പേര് കണ്ണൻ, സ്ഥലം ആലുവ. ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബൊലേറോ എടുത്തിട്ട് ഏകദേശം എത്ര നാളുണ്ട്? 11 കൊല്ലം. 11 കൊല്ലമായിട്ടുണ്ടല്ലേ? അത് ഫസ്റ്റ് ഓണർ ആയിരുന്നു? ഫസ്റ്റ് ഓണർ പുത്തൻ വണ്ടി എടുത്തത്. ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 191. 191 അപ്പൊ ബൊലേറോന്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഇതൊന്ന് പറയാം. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ. നമ്മുടെ ആഗ്രഹമല്ലേ ഏത് വണ്ടി വേണമെന്ന് ആഗ്രഹം ചിന്തിക്കുന്നത്. അതെ അതെ. നമുക്ക് ഇപ്പൊ ഒരു ക്രൈസ് ആയിരുന്നു ചെറുപ്പം മുതലേ ബൊലേറോ വേണമെന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ ബൊലേറോ എടുത്തു. അതിന് സംതൃപ്തനാണ്. പിന്നെ സൂപ്പർ. പിന്നെ ചെറിയ ചെറിയ വേറെ പ്രശ്നങ്ങൾ വരില്ല. ചെറിയ തുരുമ്പിന്റെ പ്രശ്നം വരും. അത് നമ്മളെല്ലാ വർഷവും ഒരു നോക്കിയാൽ മതി. നോക്കി ക്ലീൻ ചെയ്ത് പോവാണെങ്കിൽ ഒക്കെ ആയിട്ട് കുഴപ്പമുണ്ടാവില്ല. വേറെ പണിയൊന്നും വരില്ല. പിന്നെ കൃത്യമായിട്ട് സർവീസ് ചെയ്യാം. ഓയില് ചേഞ്ച് ചെയ്ത് മറ്റേ ലോറാമിന്റെ ബോൾ ജോയിന്റ് ഒക്കെ കൃത്യമായിട്ട് 30 മാറാം. വണ്ടി ഒരു കുഴപ്പമുണ്ടാവും. ഒരു കുഴപ്പമുണ്ടാവും. മെയിൻ പ്രശ്നം ഒറ്റ പണി വരുള്ളൂ, ഇച്ചിരി തുരുമ്പ്. അത് നമ്മൾ എല്ലാ വർഷവും അത് ക്ലീൻ ചെയ്ത് പോവാണെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ BOC വന്നിട്ട് എത്ര ആളായി? മറ്റിപ്പോ എത്ര മീറ്റപ്പ് പങ്കെടുത്തിട്ടുണ്ടാവും? 3-4 കണ്ടായിരുന്നു. BOC കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാര്, നല്ല ഗ്രൂപ്പ്. നമുക്കിപ്പോ പറഞ്ഞ മാതിരി എല്ലാവരും തിരക്കുള്ള മനുഷ്യരാണ്. ഇപ്പൊ ഇവർക്ക് പലരും ഇന്നലെ വന്നതാണ് ഗൾഫിൽ നിന്നൊക്കെ. അവർക്ക് വേണ്ടി മാത്രം വന്നതല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ അറിയിക്കാലോ എന്തായിരിക്കും ആ ഗ്രൂപ്പിന്റെ ഒരു സ്നേഹം എന്നൊക്കെ. എല്ലാവരും എന്തിനാ വന്നെ? ആ തിരക്കുള്ള സമയത്ത് നിന്ന് ഒരു മാറി എന്നൊരു ഫീൽ, സുഖമായിട്ടുള്ള ഫീൽ അനുഭവിക്കാം. അതിനുള്ള കൂട്ടായ്മ ഇതിനൊക്കെ ആവശ്യം വേറൊന്നുമില്ല. അതിന് എല്ലാവരും തൃപ്തരാണ്, സന്തോഷം, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു. പേര് സ്ഥലമൊക്കെ പറഞ്ഞിട്ട്? എന്റെ പേര് ആശു, അടിമാലി. ബൊലേറോ എടുത്തിട്ട് എത്ര ആളായി? 2 വർഷമാണോ? 2 വർഷമാണ്. ബൊലേറോനെ കുറിച്ചും BOC കുറിച്ചും സെക്കൻഡ് മീറ്റപ്പ് ആണ്. അടിപൊളിയാണ്. അടിപൊളിയാണ്. ബൊലേറോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടുനടക്കുന്നു. ഓക്കെയാണ്. താങ്ക് യു. ആളുടെ കൂടെ സബിൻ. ഒന്ന് പേരും സ്ഥലമൊക്കെ പറയാം. എൻ്റെ ഒരു പ്രജേഷ്. ഞാൻ വരുന്നത് കോതമംഗലത്ത് നിന്നാണ്. നമ്മുടെ BOCയിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള 2ാമത്തെ മീറ്റപ്പ് ഞാനുണ്ട്. കൊള്ളാം, അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇത്ര വണ്ടിയിൽ വന്നത് വളരെ സന്തോഷം. ഏകദേശം എത്ര ആളായിട്ട് ബൊലേറോ എടുത്തിട്ട്? ഞാൻ ബൊലേറോ 2017 എടുത്ത. അതിനെ കുറിച്ചൊന്ന് പറയാം. ബൊലേറോനെ കുറിച്ച് ചെറിയൊരു ബൊലേറോ നമ്മുടെ പവർ വണ്ടിയല്ലേ. അത് എൻ്റെ ഒരു നേരത്തെ വാഗണാറുണ്ടായിരുന്നു. വാഗണാറിന് അത്രയും ആ ഒരു പവർ ഇല്ലാത്തതുകൊണ്ട് ബൊലേറോ എടുത്തു. ഇപ്പൊ നമുക്കൊന്നും നോക്കാനില്ല. എവിടെ ഞാൻ ഓഫ് റോഡൊക്കെ പോകുന്ന ആളാ. ഇപ്പൊ നിലവിൽ 2 വണ്ടിയുണ്ട്. അപ്പോ അങ്ങനെ പോണു. അപ്പൊ ഒരു മറ്റേ വണ്ടി 4 വീലർ ഡ്രൈവ് ആണ്, അതുകൊണ്ട് ഓഫ് റോഡ് പോകും. ഇതും കൊണ്ടും പോകും മലവെള്ളി കയറാൻ. പവർ വണ്ടിയല്ലേ. ഇതിപ്പോ മീറ്റപ്പ് എത്രാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6-7 മിനി മീറ്റപ്പിന് എല്ലാത്തും ഞാൻ എല്ലാം പറ്റും. ആദ്യത്തെ ഒരു മീറ്റപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ മീറ്റപ്പും ഞാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ പവറല്ലേ ബൊലേറോ. ഓക്കെ. അതെ, സ്വരൂപന്റെ വൈഫ് പ്രജേഷ്. ഈ ബൊലേറോനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബൊലേറോ ഓണേഴ്സ് ക്ലബിനെ കുറിച്ച് BOCയിൽ കുറെ മീറ്റപ്പിന് വന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് അഭിപ്രായം പറയാമോ? എന്താ ബൊലേറോ ലവേഴ്സിന്റെ ഒരു മീറ്റപ്പ് അടിപൊളിയാണ്. എങ്ങനെയാണ് ബൊലേറോയില് കുറെ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബൊലേറോനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? ബൊലേറോ ആദ്യം അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ സെറ്റാണ്. അടിപൊളിയാണ്. മീറ്റപ്പിന് എത്ര മീറ്റപ്പിന് വന്നിട്ടുണ്ട്? ഞാൻ തൃശ്ശൂർ ഒരു മീറ്റപ്പ് ഒഴിച്ച് ബാക്കി തൃശ്ശൂരും പിന്നെ ഫസ്റ്റത്തെ ആലപ്പുഴയിലെ മീറ്റപ്പ്, അത് 2 ഒഴിച്ച് ബാക്കി എല്ലാ മീറ്റപ്പിനുണ്ട്. വന്നിട്ടുണ്ടല്ലേ? ഞാനും അതെ, 2 മീറ്റപ്പ് ഒഴിച്ച് എല്ലാത്തിനും വന്നിട്ടുണ്ട്. ബൊലേറോനെ കുറിച്ച്? ബൊലേറോ ആദ്യം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ റീസൺ എന്തോ അധികം പരിചയമില്ലാത്തത് അല്ല, പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഓടിച്ചു തുടങ്ങിയപ്പോ അതുകൊണ്ടല്ല, കൂടുതൽ ബൊലേറോനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇഷ്ടമാണ്. വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഇപ്പൊ ബൊലേറോ അല്ലാണ്ട് അപ്പൊ ഇപ്പൊ ബൊലേറോ അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നിനോടും വലിയ താല്പര്യമില്ല. സെറ്റായി. രഗീഷാണ്, വടകര. BOC റെഡ് റോക്ക് ഫേമിന്റെ പേരാണ് റെഡ് റോക്ക്. സിവിൽ എഞ്ചിനീയർ ആണ്. വടകര തന്നെ ഓൺ ഫേം ആണ്. നമ്മുടെ ബൊലേറോ ഏകദേശം എത്ര ആളായി? ബൊലേറോ എൻ്റെ അടുത്ത് ഈ വണ്ടി എടുത്തിട്ട് 3 വർഷമായി. അതിന് മുന്നേ ഒരു 4 വർഷം വേറെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി കൊടുത്തതിന് ശേഷമാണ് ഈ വണ്ടി എടുത്തത്. ഇപ്പൊ BOCയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 5 വർഷമായിട്ടുണ്ടാവും. 5 വർഷം ഏകദേശം. അപ്പൊ ഏകദേശം ഒരു ബൊലേറോനെ കുറിച്ച് BOCനെ കുറിച്ച് 2 വാക്ക് പറയാം. ബൊലേറോ BOC എന്താ പറയാ, അവിയലും അതിരാണ് എന്ന് പറയാ.
എല്ലാവർക്കും ഒരു പലരും ഇപ്പൊ പല ആൾക്കാരുടെ യൂസർ റിവ്യൂ നമ്മൾ അറിയണമല്ലോ. അപ്പൊ ജസ്റ്റ് ബൊലേറോ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം വടകര നിന്നുകൊണ്ട് കാസർഗോഡുള്ള കാര്യം, എന്താ പറയാ, തിരുവനന്തപുരത്തുള്ള കാര്യം, എല്ലാ കാര്യവും നടത്തി തരാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചങ്ങോട്ടും പല പല കാര്യങ്ങളും, പിന്നെ ഗ്രൂപ്പിലുള്ള എന്ത് കാര്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റും. ഓൺലൈനിലുള്ള സമയത്ത് എന്ത് സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബ ഗ്രൂപ്പാണ് BOC. ഓക്കെയാണ്, ബൊലേറോ ഒക്കെയാണ്, ബൊലേറോ ഒക്കെയാണ്, BOC ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ശരത്ത്. ഞാൻ പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയാണ് സ്ഥലം. ഓക്കെ, ബൊലേറോ വണ്ടി എടുത്തിട്ട് 2 വർഷം. ഇതെന്റെ 2ാമത്തെ മീറ്റപ്പ് കഴിഞ്ഞ തിരുവനന്തപുരം മീറ്റപ്പിൽ ഉണ്ടായിരുന്നു. BOCയിൽ വന്നതും ഏകദേശം വണ്ടി എടുത്ത ടൈമിൽ തന്നെയാണ് അല്ലേ? BOCയിൽ വണ്ടി എടുത്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോ കയറി വന്നു. അന്ന് ബൊലേറോനെ കുറിച്ചും BOCനെ കുറിച്ചും രണ്ടു വാക്ക്. BOC നമ്മളെ ഹൃദയത്തിലല്ലേ BOC. അടിപൊളി. ബൊലേറോ നമ്മള് ചങ്ക് അടിപൊളി. മാസാണ് ബൊലേറോ. പേര് ഉദ്ദേശാണ്, വീട് പെരുന്തൽമണ്ണ. അപ്പൊ വണ്ടി എടുത്തിട്ട് ഏകദേശം വണ്ടി എടുത്തിട്ട് ഇപ്പൊ 1 വർഷമാണോ? 1 വർഷമാണ്. BOCയിൽ വന്നിട്ട് 1 വർഷം. 1 വർഷമാണ് വണ്ടി വണ്ടി എടുക്കുന്നതിന് മുന്നേ BOCയിൽ കയറി. അപ്പൊ ഈ 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ബൊലേറോനെ കുറിച്ചും BOCനെ കുറിച്ചും രണ്ടു വാക്ക്. ബൊലേറോനെ കുറിച്ചിട്ട് എന്താ, വണ്ടി ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ബൊലേറോ എന്നുള്ള ഇതിൽ നമ്മൾ എടുത്തത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വണ്ടി എടുത്ത അതേ പൈസ നമുക്ക് ചെലവാക്കിയിട്ടുണ്ട്. നമ്മള് വണ്ടി ആകെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. വണ്ടി എടുത്ത പൈസ തന്നെ മോഡിഫൈ കളറും അതിന്റെ ഉള്ളിലേക്ക് കുറച്ച് പണിയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. BOC നമുക്ക് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ്, ഞാനിങ്ങനെ വണ്ടി വാങ്ങലും ഗ്രൂപ്പിനെ പറ്റി പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്റത്. വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യമായിട്ട് വണ്ടി. ഈ വണ്ടിക്ക് മുമ്പ് വേറെ ഇതിൽ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ബൈക്കുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊലേറോ. നമ്മള് ജീപ്പ് ഭ്രാന്ത് അതേമാതിരി ബൊലേറോ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് എടുത്തൊരു വണ്ടിയാണ്. ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജീപ്പായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്നുള്ള ഇതിൽ നമ്മൾ ബൊലേറോ ചാടി. അങ്ങനെ അപ്പൊ ബൊലേറോയിലും BOCയിലും വളരെ സംതൃപ്തനാണ്. അതോടല്ല ഇപ്പൊ ഇവിടെ എത്തിയത്. ഇനിയുള്ള എല്ലാ മീറ്റപ്പും വരട്ടെ. ഇതൊരു ഉണ്ടാവും. 2 മീറ്റപ്പ് പറഞ്ഞിട്ടുള്ള 2 നമ്മള് പങ്കെടുത്തിട്ടുണ്ട്. അടിപൊളി. പേര് സ്ഥലം പേര് ഷിഹാബ്, കണ്ണൂർ പറശ്ശിനിക്കട. വണ്ടി ഇതല്ലേ? വണ്ടി ഇതാ. അപ്പൊ വണ്ടി എടുത്തിട്ട് ഏകദേശം എത്ര ആളായി? വണ്ടി ഇപ്പൊ ബൊലേറോ യൂസ് ചെയ്യാൻ 7 കൊല്ലായി. 7 കൊല്ലായി. BOCയിൽ വന്നിട്ട് 7 കൊല്ലായി. ഏകദേശം വണ്ടി എടുത്ത ടൈം മുതൽ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമിലാണ് നമ്മൾ ഇതിങ്ങനെ ഒരു മീറ്റപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. ഒന്നിലും പങ്കെടുക്കാൻ പറ്റിയില്ല. അവിടെ പുറത്താണ് പണിയെടുക്കുന്നത്. സൗദിയിലാണ്. ബൊലേറോനെ കുറിച്ചും BOCനെ കുറിച്ചും രണ്ടു വാക്ക് പറയാം. BOC എന്ന് വെച്ചാൽ ഇതന്നെ. ഇപ്പോ കേരളത്തിൽ എനിക്ക് വന്ന് ഇത്ര ഇതായിട്ട് പോകുന്ന വേറെ ബൊലേറോന്റെ ഗ്രൂപ്പ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്റെ അറിവിലില്ല. എന്തൊരു കാര്യത്തിനായാലും നമുക്ക് പെട്ടെന്നൊരു സപ്പോർട്ട് കിട്ടും. അത് എന്ത് കാര്യത്തിനായാലും. ബൊലേറോ എന്ന് വെച്ചാല് ഇപ്പോ കുറെ വണ്ടികൾ ഉപയോഗിച്ച്, പക്ഷെ ഈ വണ്ടി എനിക്ക് ഒഴിവാക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് 7 കൊല്ലമായിട്ട് വെച്ച് നിൽക്കുന്നു. അതല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പൊ കയ്യിൽ. അവിടെ നിന്നായാലും ഞാൻ വണ്ടി ഉപയോഗിക്കുന്നതാണ്. 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം വണ്ടി മാറ്റും. ഇന്നോവ ഉണ്ട്, യാരിസ് ഉണ്ട്. ഇപ്പൊ കയ്യിൽ ഇപ്പൊ 4 വണ്ടികളും അവിടെ ഉണ്ട്. ഇതിപ്പം ഈ ബൊലേറോ എനിക്ക് വേറൊരു വണ്ടിയിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഒരിക്കൽ ഞാൻ കൊടുത്ത് ഒഴിവാക്കിയിട്ട് വേറൊരു മാരുതിന്റെ ഒരു വണ്ടി എടുത്തു. പക്ഷെ അത് 2 മാസം ഉപയോഗിച്ചു. ഞാനത് കൊടുത്തിട്ട് വീണ്ടും ബൊലേറോയിലേക്ക്. പക്ഷെ അതിന് മാത്രം കംഫോർട്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രത്യേകത എന്തോ ഉണ്ട്. അതുകൊണ്ട് മാത്രം. അതല്ല, ഇതിനേക്കാള് പവർ ഉള്ളതായാലും യാത്ര കംഫർട്ട് ആയാലും ഉള്ള വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഒരു വണ്ടി എനിക്ക് കിട്ടിയില്ല. അതെ, എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാണെന്നില്ല. കുറെ ആൾക്കാർ അത് തുരുമ്പുണ്ട്, വണ്ടി ഓടിക്കാൻ സുഖമില്ല, വണ്ടിക്ക് കുലുക്കം കൂടുതലാണ്. കുറച്ച് പണി അതിന് മുകളിൽ പോയിട്ടുണ്ട്. അതിന് മുകളിൽ മാർക്കറ്റ് റേറ്റിന് മുകളിൽ ഇപ്പം പണി കയറി. ആദ്യം കുറെ കാലം മുമ്പേ ഒരു അലവിലിടണമെന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പല കാരണങ്ങളും ഉണ്ട്. ഇത് പിന്നെ ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതല്ല. പക്ഷെ എടുത്തെടുത്ത് ഇത്രത്തോളം തലശ്ശേരി ഇത് ഓന്റെ പണിയാണ്. എന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഓന്റെ ആണ്. നമ്മളായിട്ട് ഒന്നുമില്ല. നമ്മളവൻ പറയുന്ന പോലെ അങ്ങനെ ചെയ്തു കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു മാത്രം. ബാക്കിയെല്ലാം ഓന്റെ. പേരും സ്ഥലം എന്ന് പറയാം. എന്റെ പേര് ജോയൽ. സ്ഥലം ശ്രീശോരം, പാലക്കാടാണ്. വണ്ടി എടുത്തിട്ട് ഏകദേശം എത്ര ആളായിട്ടുണ്ട്? വണ്ടി എടുത്തിട്ട് ഒരു 3 വർഷമായി. 3 വർഷമായിട്ടുണ്ട്. അപ്പൊ BOCയിൽ വന്നിട്ടോ? BOCയിൽ വന്നിട്ട് ഏകദേശം 2 വർഷമായി. അപ്പൊ ബൊലേറോനെ കുറിച്ചും BOCനെ കുറിച്ചും രണ്ടു. ബൊലേറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. BOC എന്ന് പറഞ്ഞാൽ അത് വേറെ വികാരമാണ്. നമ്മളത്ര ആഗ്രഹിച്ച ഒരു ക്ലബ്ബാണത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വിലയുണ്ട് നമുക്ക് ഈ ക്ലബിനോട്. നമുക്കിപ്പോ ബൊലേറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കറിയാലോ. വണ്ടി സ്പെഷ്യലാണ്. ബൊലേറോ അടിപൊളിയാണ്. നിങ്ങൾ ഓടിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവ് എന്ന് പറയാൻ നെഗറ്റീവ് കുറവാണ്. നമുക്ക് ഈ പറഞ്ഞ മെയിൻ്റെനൻസ് ആയാലും നമുക്ക് കൊക്കിൽ ഒരു മെയിൻ്റെനൻസ് തന്നെയാണ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് സാധാരണക്കാരന് പറ്റുന്ന വണ്ടിയാണ്. ഇതുവരെ നമുക്ക് കടത്തിയിട്ടില്ല, ഇതുവരെ കടത്തിയിട്ടില്ല. വലിയ പണികൾ വന്നിട്ടില്ല. നോർമൽ സർവീസ് തന്നെ ഉള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഹാപ്പിയാണ്. ഹാപ്പി കസ്റ്റമർ. എത്രാമത്തെ മീറ്റപ്പിലായിരിക്കും പങ്കെടുക്കുക? ഇതിപ്പോ രണ്ടാമത്തെ. അപ്പൊ ഇനി ഒരുപാട് മീറ്റപ്പിൽ പങ്കെടുക്കട്ടെ. ഓക്കെ. താങ്ക് യു. എന്റെ പേര് അജ്മൽ എന്നാണ്. BSCയുടെ ഒരു അഡ്മിനാണ്. സ്ഥലം തൃശ്ശൂരാണ്. അല്ല, ഇനി ഒരു കാര്യം ചോദിക്കല്ലേ, എത്ര നാളായി ബൊലേറോ എടുത്തിട്ട്? ഇപ്പോ 2017 വന്നിട്ട് BSCയിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5 വർഷമായി. 5 വർഷമായി. ഒരു ബൊലേറോനെ കുറിച്ചും BOCനെ കുറിച്ചും. BSC എന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ്. നമ്മള് ജനിച്ചു വളർന്നിട്ട് ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീലാണ് ഓരോ മെമ്പേഴ്സും തമ്മിൽ. നല്ല അടുപ്പാണ് എല്ലാവരും. പിന്നെ എന്താ പറയാ, ആഴ്ചകളിൽ വിളിക്കുന്നവരുണ്ട്, ദിവസങ്ങളിൽ വിളിക്കുന്നവരുണ്ട്, ദിവസം മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ വൈഫും ഫാമിലിയും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമാണ്. ഇപ്പൊ ഇത് ഇപ്പോ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടിയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ വരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് എല്ലാവരും പോകും. അപ്പൊ അങ്ങനെയാണ്, ഹാപ്പിയാണ്. വണ്ടിയും എല്ലാം അതൊരു വേറെ വികാരാണ്. പറഞ്ഞറിയിക്കാൻ എങ്ങനെ പറഞ്ഞറിയിക്കുന്ന അറിയില്ല. അതാണ്. എന്നാലും ഒരുപാട് അപ്പൊ ഇനിയുള്ള എല്ലാ മീറ്റപ്പിലും വരട്ടെ. അതെ, താങ്ക് യു. എന്റെ പേര് ഷാല്. ഞാൻ മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. വണ്ടി എടുത്തിട്ട് ഏകദേശം 6 വർഷമായി. BOCയിൽ വന്നിട്ട് ഏകദേശം 6 വർഷമായി. 6 വർഷമായിട്ടുള്ള എല്ലാ മീറ്റപ്പും വിടാതെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ BOCനെ കുറിച്ച് ബൊലേറോയെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഏതൊരു ബ്രേക്ക് ഡൗൺ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ ഹെൽപ്പിന് ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ട്. ആ ഒരു വിശ്വാസം എന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൊലേറോ വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല, കൊണ്ടുനടക്കുക. ബൊലേറോ അടിപൊളിയാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഇതുവരെ വഴിയിലൊന്നും ഒന്നുമില്ല. ഹായ്, ഹലോ. അപ്പൊ പേരും സ്ഥലവും എന്ന് പറഞ്ഞു? എൻ്റെ പേര് സജിൻ. ഞാൻ മറയൂരിൽ മീറ്റപ്പാണ്. എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ട്. ഞാനും കൂടെ ഉണ്ട്. മഴയൊക്കെയാണ്, മഴ കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും നോക്കിയാണ്, നമ്മൾ ബാക്കിലോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മഴ എത്രത്തോളം ആൾക്കാരെ ബാധിച്ചിട്ടുണ്ടെന്ന്. മഴയൊന്നൊരു പ്രശ്നമില്ലാണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓക്കെയാണ്. അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ ബൊലേറോ എടുത്തിട്ട് ഏകദേശം എത്ര ആളായിട്ടുണ്ട്? ഞാൻ 2017 എടുത്താണ്. 2012 മോഡലാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 120 ഓടിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. കാരണം എനിക്കിപ്പം എന്താ പറയുക, കാർ ഓടിക്കുന്നതിനേക്കാൾ സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും പേടിക്കാനില്ല. അതെ, അതിൽ കൂടുതലിപ്പം വേറെന്താ പറയുക, കാരണം നമുക്ക് ഏത് കൂടി ആണെങ്കിലും ഇറക്കിക്കൊണ്ട് പോകാം, കയറ്റിക്കൊണ്ട് പോകാം, ഒന്നും പേടിക്കാനില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണെങ്കിൽ പോലും മാറ്റിത്തരും. തീർച്ചയായും അത് നമ്മുടെ വിജയം തന്നെയാണ്. അടിപൊളി. അതുപോലെ BOCയിൽ വന്നിട്ട് എത്ര ആളുണ്ട്? BOCയിൽ ഞങ്ങളൊക്കെയാണ് തുടങ്ങി വെച്ചത്. അപ്പം അതിൽ കൂടുതലിപ്പം വേറെ എന്ത് പറയാനാ, BOCനെ കുറിച്ച് BOCനെ കുറിച്ച് വേറെ ഒന്നും പറയാനല്ല. ഇത് തന്നെയാണ് നമ്മുടെ വിജയം. അപ്പൊ താങ്ക് യു.